എന്നാൽ ഞാനതിൽ കുറച്ചുകൂടി ഇതൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഇത് കേരളത്തിൽ നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുക്കണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ പല രീതിയിലാണ് ഇതിനെ ആഖ്യാനിക്കാറുള്ളത്. അപ്പോൾ അതിൽ നമുക്കൊരു ക്ലാരിറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മാതാമൃതാനന്ദമയിൽ വിശ്വസിക്കുന്ന സാധാരണ അവിടെ പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരു മന്ത്രിയായി. അദ്ദേഹം മന്ത്രിയായി എന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് പിന്നെ നിഷേധിക്കപ്പെടേണ്ടതില്ല. അത് അദ്ദേഹം നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസമാണ്, കാര്യങ്ങളാണ്. മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് പിന്നെ പോകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല. അത് അയാളെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മന്ത്രിയായാൽ പിന്നെ കുറച്ച് കാലം അയാളെ വിശ്വാസമാണ് ചെയ്യാൻ അങ്ങനെയല്ല, അതല്ല എൻ്റെ അർത്ഥം. അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്ന ഒരാൾ, പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, വിശ്വസിക്കുന്ന ഒരാൾ, അയാൾ മന്ത്രിയായി അല്ലെങ്കിൽ MLA ആയി, അതായി എന്നുള്ളത് കൊണ്ട് പിന്നെ അവിടേക്ക് പോകാൻ നിഷേധിക്കാൻ പാടില്ല. അത് ആ ഒരു വശം വേറെയാണ്. എന്നാൽ ഇത്രകാലം അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത, അതിൻ്റെ വിശ്വാസത്തെ ഒരു വേള എതിർത്തിരുന്ന ആളുകൾ മന്ത്രിയാവുന്നു. അങ്ങനെ മന്ത്രി MLA ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ജയിക്കണമെങ്കിൽ ഇനി അവിടെയും കൂടി പോയെങ്കിലേ നടക്കുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് എന്തല്ല, അത് രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ആ പോക്ക് ശരിയല്ല എന്ന് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, ഈ വിഷയത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നടക്കുന്നത് അതിൽ വിശ്വാസമില്ലാത്തവർ ആ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി കാപട്യം കാണിക്കുന്നു എന്നതാണ്. ആകത്തുക പറഞ്ഞാൽ അതാണ് ശരിക്ക്. ഇപ്പോൾ ഈ ആൾദൈവങ്ങൾ, അത് മാതാമൃതാനന്ദമയാകട്ടെ, പിന്നെ നേരത്തുള്ള ആളുകളാകട്ടെ, മറ്റുള്ള ആളുകളാകട്ടെ, ഇവിടെയൊക്കെ അതിൽ വിശ്വാസമില്ലാത്ത മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ പലപ്പോഴും പോകാറുണ്ട്. അതിപ്പോൾ ഈ സജി ചെറിയാൻ മാത്രമൊന്നുമല്ല. ഇതിനു മുമ്പ് പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ആര്യാടൻ മുഹമ്മദ് പോയത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ജോസ് കെ മാണി പോയത് കണ്ടിട്ടുണ്ട്. എന്നെ നെല്ലിക്കുന്ന് പുകഴ്ത്തി സംസാരിച്ചത് കണ്ടിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നമ്മൾ പിന്നെ കാണാറുണ്ട്. ആര്യാടൻ മുഹമ്മദൊക്കെ അദ്ദേഹത്തെ ഈ മാതാമൃതാനന്ദനെ പറ്റി വാനോളം പുകഴ്ത്തിയ ഒരു ക്ലിപ്പ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു. ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ അജ്മീർ ദർഗയിൽ, ആ ദർഗയിൽ കിരൺ റിജിജു പോയത് കണ്ടിട്ടുണ്ട്, രാജ്നാഥ് സിംഗ് പോയത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ശശി തരൂർ, ഇവരൊക്കെ അവിടെയും പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അവിടെ ആ വിരിവിരിക്കുന്നു, ആ തൊപ്പിയിടുന്നു, ആ പ്രത്യേക സംഗതികൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അവർ വിശ്വസിക്കുന്ന വിശ്വാസമല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് പോണത്? അപ്പോൾ ഈ പോക്കുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നു എന്ന രീതി എന്തല്ല ഒരു ശരിയായ, അത് ആ വിശ്വാസികൾ, അവിടെ അവിശ്വസിക്കുന്ന ആളുകളെപ്പോലും പിന്നെ എന്താ പറയുക, ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, അവരെ പരിഹസിക്കുന്ന, അവരെ കളിയാക്കുന്ന, അതായത് ഇതിൽ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ പോയി നിങ്ങൾ തൽക്കാലം നമുക്ക് വോട്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്നുള്ള, അത് അവരുടെ ആ ആരാധനാ സംവിധാനങ്ങൾ അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ശരിയായ രീതിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്.